ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്. എന്താണ് ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്? അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസ്, ദെൻ ഡിസഡ്വാൻറ്റേജസ്, അതെങ്ങനെയാണ് ഹ്യൂമൻ, അനിമൽ, ദെൻ പ്ലാന്റ്സിൽ എഫക്റ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യം തന്നെ ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. GMOs or genetically modified organisms are plants or animals that have been genetically engineered with DNA from bacteria, viruses or other plants and animals. നമ്മുടെ പ്ലാന്റ്സിലും ആനിമൽസിലും ജനറ്റിക്കൽ എൻജിനീയറിംഗ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ജീനിൽ മാറ്റം വരുത്തുന്നതാണ് എന്താണ് GMOs എന്ന് പറയുന്നത്. ആൻഡ് ദീസ് എക്സ്പെരിമെൻ്റൽ കോമ്പിനേഷൻ ഓഫ് genes from different species cannot occur in nature or in traditional cross breedings. അതായത് ഇതെന്താണ് നാച്ചുറലായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത, അതായത് ഉണ്ടാവാത്ത ഓർഗാനിസത്തിനെയാണ് നമുക്ക് GMO വഴി കിട്ടുന്നുണ്ടാവുക. ദെൻ ഇതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആയിരിക്കും ഉണ്ടാവുക? ഇറ്റ് പ്രൊലോങ് ദ ഷെൽഫ് ലൈഫ് ഓഫ് ഫുഡിൻ്റെ ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ ഇതുകൊണ്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ ബെറ്റർ ടേസ്റ്റിംഗ് ഓഫ് ഫുഡിന് നല്ല ടേസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടേസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന ടൈപ്പ് അതിൽ ജെനറ്റിക്കലി മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ടേസ്റ്റ് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഫാസ്റ്റർ ഗ്രോത്ത്, നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് ആ ജീനിൽ ഗ്രോത്തിൻ്റെ ക്യാരക്ടറിനെ എൻഹാൻസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രോത്ത് ഫാസ്റ്റർ ആക്കാൻ പറ്റും. അതുപോലെ ഹയർ ക്രോപ്പ് ഈൽഡ് ഹയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അതായത് ഒരു ക്രോപ്പിൽ നിന്ന് നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന തരത്തിൽ നമുക്ക് ഒരു ക്രോപ്പിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാക്ടീരിയ ആൻഡ് ഇൻസെക്ട് കനോട്ട് ഈസിലി പെനിട്രേറ്റ് ടു ദ ഫുഡിലോട്ട് ഇൻസെക്റ്റും ബാക്ടീരിയയും ഒന്നും പെട്ടെന്ന് വന്ന് കേടാക്കാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫുഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമുക്ക് എന്ത് വെച്ചിട്ട് പറ്റും, GMOs യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന് കുറേ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? ഫുഡ് അലർജി, ഫുഡ് കാരണം നമുക്ക് അലർജി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഇൻക്രീസ് ടോക്സിസിറ്റി ഇൻക്രീസ് ചെയ്യും. കാരണം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സം ടോക്സിൻസ് ആണ്. ഈ ടോക്സിൻസ് നമ്മൾ എല്ലാവരുടെ ബോഡിക്കും നമുക്ക് എന്താണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്താണ്, ടോക്സിസിറ്റി ഇൻക്രീസ് ചെയ്യും. ഡിക്രീസ്ഡ് ന്യൂട്രീഷണൽ വാല്യൂ, അതുപോലെ ഫുഡിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ ഡിക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ദെൻ ഹാംസ് അതർ ഓർഗാനിസംസ്, വേറെ ഓർഗാനിസത്തിനൊക്കെ ഹാം എഫക്റ്റാണ് കൊടുക്കുന്നത്. അതായത് എങ്ങനെയായിരിക്കും, ഇപ്പോൾ നമ്മൾ ഒരു പെസ്റ്റിനെ ഫോക്കസ് ചെയ്തിട്ടാണ് മോഡിഫിക്കേഷൻസ് വരുത്തിയെന്ന് വയ്ക്കാം. പക്ഷേ ആ പെസ്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. വേറെ അതേ ക്യാരക്ടറുള്ള ഓർഗാനിസം, പക്ഷേ ഈ ചെടീനെ ഉപദ്രവിക്കാത്ത ഓർഗാനിസം ഇത് കാരണം നശിക്കാൻ ചാൻസ് ഉണ്ട്. ഹാംസ് ടു അതർ ഓർഗാനിസം ആണ്. ദെൻ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റും ആണ്. ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസിൽ വരുന്നത്. ഇനി നമുക്ക് അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പീപ്പിൾ ഹാവ് ഡൈഡ് ഡ്യൂ ടു സൈഡ് എഫക്ട്സ്. കുറേ സൈഡ് എഫക്ട്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കാരണം ആളുകൾക്ക് മരണം വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പാർഷ്യലി പാരലൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട് നമ്മുടെ GMOs. ദെൻ ടെമ്പററിലി ഹാൻഡിക്യാപ്ഡ് ബൈ കെമിക്കൽസ് വഴി നമുക്ക് എന്താണ് ഹാൻഡിക്യാപ്ഡ് ആവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. ദെൻ ഇൻക്രീസ്ഡ് ഡെത്ത് റേറ്റ് ആൻഡ് ഹയർ ഓഫ്സ്പ്രിങ് മൊറാലിറ്റി, ഡെത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ദെൻ GMO toxicity affect animals, plants and soil, പ്ലാന്റ്, അനിമൽസ് ഇവരിലൊക്കെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. എന്താണ്, ക്യാൻസർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡാമേജ് നേറ്റീവ് സ്പീഷീസിന് തന്നെ ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ദെൻ പൊല്യൂട്ട് ദ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്.
then deplete soil minerals and destroy beneficial bacterials. സോയിൽ മിനറൽസിനെ ഡിപ്ലീറ്റ് ചെയ്യും. അതായത് റൂട്ട് വഴി ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് നിന്ന് റൂട്ട് വഴി മിനറൽസ് അല്ലെങ്കിൽ കെമിക്കൽസ് താഴോട്ട് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്, മണ്ണിലോട്ട് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതുവഴിയാണ് നമ്മൾ സോയിൽ മിനറൽസ് ഡിപ്ലീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിസ്ട്രോയ് ബെനിഫിഷ്യൽ ബാക്ടീരിയ. നമ്മുടെ സോയിലിൽ ഇങ്ങനെ കെമിക്കൽസ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിഷ്യൽ ബാക്ടീരിയാസിനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിന് കഴിയും. ദെൻ സൂപ്പർ വീഡ്സ് ഉണ്ടാക്കാൻ കഴിയും. അതായത് നമുക്ക് ജനറ്റിക്കലി മോഡിഫിക്കേഷൻ വരുത്തിയ ഒരു പ്ലാന്റിന് ചിലപ്പോൾ നല്ല പെട്ടെന്ന് കുറേ ഏരിയയിൽ വളരാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന് പെട്ടെന്ന് നശിപ്പിച്ച് കളയാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതൊരു വീടായിട്ട് കിടക്കും. അപ്പോൾ സൂപ്പർ വീഡ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് കാരണമാവുന്നുണ്ട്. ദെൻ കോഴ്സ് ഇൻഫെർട്ടിലിറ്റി ആൻഡ് മിസ്കാരേജ്. ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇത് കഴിക്കുന്നത് വഴി. അതുപോലെ തന്നെ മിസ്കാരേജ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്താണ് ട്രാൻസ്ജനിക് ഓർഗാനിസംസ് എന്ന് നോക്കാം. ട്രാൻസ്ജനിക് ഓർഗാനിസം, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം തന്നെയാണ് ട്രാൻസ്ജനിക് ഓർഗാനിസം. ആൻ ഓർഗാനിസം ഹൂസ് ജനറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഹാവ് ബീൻ ആൾട്ടേർഡ് ബൈ the insertion of modified gene or a gene from another organism using the technique of genetic engineering. അതായത് ജനറ്റിക് എഞ്ചിനീയറിംഗ് വെച്ചിട്ട് നമ്മളൊരു മോഡിഫൈഡ് ജീനോ അല്ലെങ്കിൽ വേറൊരു ഓർഗാനിസത്തിൽ നിന്നുള്ള ജീനോ ഒരു പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ ആനിമലിൻ്റെ ബോഡിയിൽ ഇൻസേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസ്ജനിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. The most common genetically modified organisms are crop plants. പ്ലാന്റ്സിലാണ് നമ്മൾ ഇങ്ങനെ ഈ മോഡിഫിക്കേഷൻസൊക്കെ കൂടുതൽ വരിക. നമ്മൾ BT കോട്ടൺ കേട്ടിട്ടില്ലേ? അതുപോലെ BT വഴുതനയുണ്ട്, BT കോണ്, അങ്ങനെയുള്ള BT ടുബാക്കോ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ കുറേ പ്ലാന്റ്സ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ പ്ലാന്റ്സിലാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യാറ്. മൈക്രോബ്സ് ആർ ദ ഫസ്റ്റ് ഓർഗാനിസം ടു ബി ജനറ്റിക്കലി മോഡിഫൈഡ്. നമ്മൾ ആദ്യമായിട്ട് മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുള്ളത് മൈക്രോബ്സിലാണ്. നമ്മൾ പരീക്ഷണം പോലെയൊക്കെ ചെയ്ത് ഇത് വിജയിക്കുക എന്നൊക്കെ നോക്കില്ലേ, അങ്ങനെ ചെയ്തിട്ടുള്ളത് മൈക്രോബ്സിലാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് കറൻ്റ്ലി നോ ട്രാൻസ്ജനിക് ആനിമൽസ് ഹാവ് ബീൻ അപ്രൂവ്ഡ് ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ. അതായത് നമ്മൾ ആനിമൽസിൽ ഇതുവരെ നമുക്ക് അപ്രൂവൽ കിട്ടിയിട്ടില്ല. അതായത് ആനിമൽസിൽ മോഡിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് അപ്രൂവൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ട്രാൻസ്ജനിക് ആനിമൽ ഹാവ് ബീൻ അപ്രൂവ്ഡ് ഫോർ ദ യൂസ് ആസ് ബയോഫാം ആനിമൽസ് ആൻഡ് ദേ പ്രൊഡ്യൂസ് സച്ച് ആസ് മിൽക്ക് ആൻഡ് വൂള്. അതായത് മിൽക്ക്, വൂള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആനിമൽസ് എന്ന് പറഞ്ഞാൽ മൈക്രോബ്സ് ആയിരിക്കും മിക്കവാറും. അതിൽ മാത്രമാണ് നമ്മൾ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുള്ളത്. അതുപോലെ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന വൂളിന് വേണ്ടിയിട്ട് ഷീപ്പ്, അതിലൊക്കെ മോഡിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദെൻ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ട്രാൻസ്ജനിക് ഓർഗാനിസംസ്. ഇതിൻ്റെ പുറത്തുള്ള ഒരു ജനറൽ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ട്രാൻസ്ജനിക് ഓർഗാനിസംസ് കണ്ടെയ്ൻ foreign DNA that has been introduced using biotechnology. ഓക്കെ, ഫോറിൻ DNA വെച്ചിട്ടാണ് നമ്മൾ പുറത്തുനിന്നുള്ള, അതായത് ഇപ്പോൾ ആ പ്ലാന്റിനുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സിന് പുറമെ നമ്മൾ പുറത്തുനിന്ന് അതിൻ്റെ ക്യാരക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണ് ട്രാൻസ്ജനിക് ഓർഗാനിസംസ് ഫോം ചെയ്യുന്നത്. ആൻഡ് ഫോറിൻ DNA is defined here as DNA from another species or else recombinant DNA from the same species that has been manipulated in the laboratory then റീഇൻട്രൊഡ്യൂസ്ഡ്. ഓക്കെ, നമ്മൾ ഫോറിൻ DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീകോംബിനൻറ്റ് DNA ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പീഷീസിൽ നിന്നുള്ള DNAയും ആവാം. അങ്ങനെയാണ് ട്രാൻസ്ജനിക് ഓർഗാനിസംസ് ഉണ്ടാകുന്നത്. ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ട്രാൻസ്ജനിക് ഓർഗാനിസംസ് ഓർ സെൽസ് to become whole organism with a permanent change
that has been called either transformation or transfection. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ, ഈ ചേഞ്ചിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ട്രാൻസ്ഫോർമേഷൻ എന്നാണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫെക്ഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസും ട്രാൻസ്ജനിക് ഓർഗാനിസംസും എന്ന് പറയുന്നത്.